ഈശ്വര ചിന്തയിലൊക്കെ മുഴുകുന്ന ആൾക്കാരാണ്. എന്തു വേണേലും ചെയ്തു നടക്കട്ടെ, കുഴപ്പമില്ല, ഞാൻ എൻ്റെ സന്തോഷം നോക്കിയാൽ പോരെ. അതുപോലെ തന്നെ ക്ഷിപ്രകോപികളാണ്. എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ചൂടാകുന്ന ഒരു പ്രകൃതം കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. നമസ്കാരം. മെട്രിക്സ് ചാനലിലെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശാഖം നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഈ വർഷത്തെ വിശാഖം നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തിൽ അവർക്ക് പൊതുവെ നല്ലൊരു സമയം കൂടിയാണ്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട്, അതായത് ഈശ്വര ചിന്തയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ ധനം ലഭിക്കുന്ന ഒരു അവസരം ഒക്കെ കാണുന്നു. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം കൂടി സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷത്തെ വിഷുഫലത്തിൽ വിശാഖം നക്ഷത്രത്തിന്. അപ്പോൾ ആദ്യം തന്നെ വിശാഖം നക്ഷത്രത്തിൻ്റെ കുറച്ച് ഗുണഗണങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. വിശാഖം നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ പൊതുവെ നീതിബോധമൊക്കെ ഉള്ള ആൾക്കാരാണ്. വളരെയധികം ഈശ്വര ചിന്തയിലൊക്കെ മുഴുകുന്ന ആൾക്കാരാണ്. അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർക്ക് യാതൊരു ബോധറിയും കാര്യങ്ങളൊന്നുമില്ല. അവർ എന്തു വേണേലും ചെയ്തു നടക്കട്ടെ, കുഴപ്പമില്ല, ഞാൻ എൻ്റെ സന്തോഷം നോക്കിയാൽ പോരെ. മറ്റേ പടത്തിൽ പറയുന്ന പോലെ നമ്മളെന്തെങ്കിലും ചെയ്യാൻ നേരത്ത് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണ്ടേ, അതെന്തിനാണ് നമ്മൾ ചിന്തിക്കണത്, ഞാൻ എൻ്റെ സന്തോഷം നോക്കിയാൽ പോരെ. ആ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. വളരെയധികം കഠിനാധ്വാനികളാണ്. കർമ്മരംഗത്തൊക്കെ അവർ ഭയങ്കരമായിട്ടുള്ളൊരു കഷ്ടപ്പാട് കാര്യങ്ങളിലൂടെ തന്നെ ജോലിയൊക്കെ ചെയ്യും, ധനമൊക്കെ സമ്പാദിക്കും. അതുപോലെ തന്നെ ക്ഷിപ്രകോപികളാണ്. എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ചൂടാകുന്ന ഒരു പ്രകൃതം കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഇതെന്താ ഭദ്രകാളിയാണോ, ആ ഒരു കാര്യം കൂടി നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകും. അതുപോലെ തന്നെ അവർ പെട്ടെന്നൊരു ചൂടാകും, അതുപോലെ തന്നെ തണുത്ത് വരികയും ചെയ്യുന്നൊരു പ്രകൃതം കൂടിയാണ് വിശാഖം നക്ഷത്രക്കാർ. അതുപോലെ ആരോട് വേണേലും എത്ര സമയം വേണേലും അവർ സംസാരിച്ചിരുന്നോളും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. വളരെ സൗമ്യമായിട്ടുള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ അതിനകത്ത് കുറച്ച് ചടുലതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് സോപ്പിട്ടൊക്കെ നിർത്തും ആൾക്കാരെ. അങ്ങനെയുള്ളൊരു കഴിവ് കൂടിയുള്ള ആൾക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ. കലാ സാംസ്കാരിക രംഗത്തൊക്കെ അവർക്ക് കൂടുതലായിട്ട് ശോഭിക്കാൻ പറ്റുന്ന ഒരാൾക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ. സഹോദരന്മാരെയൊക്കെ ഒരു ഭയങ്കര ഒരു സ്നേഹമാണ് അവർക്ക്. അപ്പോൾ ഒരു ചേട്ടനായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, അല്ലെങ്കിൽ പെങ്ങന്മാരായിക്കോട്ടെ, അവരോടൊക്കെ ഇവർക്ക് പൊതുവെ ഭയങ്കര സ്നേഹമാണ്. അവർ ചോദിച്ചാൽ എന്തും വേണേലും കൊടുക്കും. കാരണം സ്വത്ത് വകകളായിക്കോട്ടെ, അതുപോലെ പണമായിക്കോട്ടെ, അല്ലെങ്കിൽ അവരെന്താണോ ഇഷ്ടപ്പെടുന്നത് അവർ ചോദിക്കാതെ തന്നെ ഇവർ കൊടുക്കാനുള്ളൊരു മര്യാദ, അല്ലെങ്കിൽ അങ്ങനൊരു സ്നേഹം ഇവർക്കുണ്ട്. അതാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാവരെയും പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ പോലെ തന്നെ പെട്ടെന്ന് ഇവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരങ്ങനെ ആ ഒരു സ്നേഹത്തിന് മുന്നിൽ കീഴ്പ്പെട്ട് അവർ മറ്റുള്ളവരെയൊക്കെ അവരുടെ കൂടെയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ പലരിൽ നിന്നും ചതിയും അതുപോലെ തന്നെ വഞ്ചനയാണ് ഇവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രകൃതി സ്നേഹത്തിലുമൊക്കെ ഇവർ മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോൾ നാൽക്കാലികളാണേലും വളർത്തുന്ന മൃഗങ്ങളിലൊക്കെ ആണേലും, അതായത് വീട്ടിൽ വളർത്തുന്ന മൃഗമൊക്കെ ആണേലും ഇവർക്ക് ഭയങ്കര കാര്യമാണ്. ഇവർ നല്ല രീതിയിൽ തന്നെ നോക്കും. ഉദാഹരണത്തിന് പശു ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നല്ല രീതിയിൽ തന്നെ നോക്കും. അതായത് പാരമ്പര്യം ഇവർക്ക് വലിയ രീതിയിലുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇവർക്ക് ആ പാരമ്പര്യത്തോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് സ്വന്തം കഴിവ് കൊണ്ട് മുന്നോട്ട് വരണമെന്നായിരിക്കും ഇവർക്ക് ആഗ്രഹം. അതായത് സ്വന്തം നാട്ടിൽ അങ്ങനെ നിൽക്കുന്നതിലൊന്നും അങ്ങനെ താല്പര്യമില്ല. ദൂരദേശത്തൊക്കെ പോയി പഠിക്കണമെന്നും അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്ത് ധാരാളം പൈസ ഉണ്ടാക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണ്
വിശാഖ നക്ഷത്രക്കാർ. ഇനിയിപ്പോൾ നമുക്ക് അവരുടെ വിഷുഫലത്തിലേക്ക് തന്നെ പോകാം. വിഷുഫലത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് പൊതുവേ തൊഴിൽ നേട്ടമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഉപരിപഠനത്തിനൊക്കെ പോകാനിരിക്കുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ തൊഴിൽ അല്ലെങ്കിൽ ഉപരിപഠനമായിട്ട് വിദേശത്തൊക്കെ പോകാനായിട്ടുള്ള യോഗം കാര്യങ്ങളൊക്കെ ഈ വർഷം കാണുന്നു. അതുപോലെ തന്നെ എത്രയും വേഗം വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു ഗൃഹം നിർമ്മിക്കാനോ ഒക്കെ യോഗം കാര്യങ്ങളെല്ലാം ഈ വർഷം വിശാഖ നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട്. നമുക്ക് ധനം സമ്പാദിക്കാനായിട്ട് വളരെയധികം അശ്രാന്തമായ ഒരു പരിശ്രമം തന്നെ വേണ്ടിവരും. ജോലി സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള കുറച്ച് പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അശ്രാന്തമായിട്ടുള്ളൊരു പരിശ്രമം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെഡിക്കേഷൻ കൊണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ശോഭിക്കും. അതുപോലെ തന്നെ ശനിയുടെ ഒരു അപഹാരം ഉള്ളത് കൊണ്ട് തന്നെ ശിവൻ്റെ ക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിൽ ജലധാര നടത്തുന്നതുകൊണ്ട് വളരെയധികം നല്ലതാണ്. കാരണം കുറച്ച് അഗ്രസീവായിട്ടൊക്കെ പ്രവർത്തിക്കേണ്ടി വരും ഇനിയുള്ള സമയം. ധനലാഭം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വർഷം. കാരണം നമ്മൾ വിചാരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഈ വർഷം നേടിയെടുക്കണം എന്നൊരാഗ്രഹം വിശാഖ നക്ഷത്രക്കാരുടെ ഉള്ളിലുണ്ട്. അത് നേടിയെടുക്കുവാൻ അശ്രാന്തമായിട്ടൊരു പരിശ്രമം കാര്യങ്ങൾ തന്നെ വേണ്ടി വരും. അതുപോലെ എന്തെങ്കിലും കേസ് വഴക്കുകളൊക്കെ കോടതിയിലൊക്കെ നിലനിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറി ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി കാര്യങ്ങൾ വരും. അതുപോലെ കൂടെയുള്ള സുഹൃത്തുക്കൾ പോലും നമുക്ക് ചിലപ്പോൾ എതിരായിട്ടൊരു ശത്രുക്കളായിട്ട് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും. അതുപോലെ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പോൾ കൂടെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും കൊളീഗായിട്ടുള്ളവർ ചിലപ്പോൾ നമുക്കെതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ശത്രുതയൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി ജയിക്കണമെന്നുണ്ടെങ്കിൽ വർക്കിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജയിക്കേണ്ട ഒരു സ്ഥിതി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ജലധാര വഴിപാടുകൾ ശിവൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ധനം കൂടുതൽ സമ്പാദിക്കാനുള്ളൊരു കഴിവ് കാര്യങ്ങളിലൊക്കെ ഇവർക്ക് കുറച്ച് ഐഡിയാപരമായിട്ട് തോന്നും. അതുമല്ല ഈ വർഷത്തെ വിഷുഫലം അനുസരിച്ച് തന്നെ ധനം സമ്പാദിക്കാനുള്ളൊരു കഴിവ് കാര്യങ്ങളുണ്ട്. ശത്രുതയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇല്ലായ്മ ചെയ്യേണ്ടത്. അതിനുള്ള പരിഹാരം കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് കുറച്ചുകൂടി നമ്മൾ സമാധാനപരമായിട്ട് സംസാരിക്കുക. ചില സംസാരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ശത്രുത ഉണ്ടാകാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടം, അതുപോലെ തന്നെ ഈ തോക്കിക്കയറി വെടിവെക്കുക എന്നൊക്കെ പറയൂലേ, അതുപോലെ തന്നെ സമാധാനപരമായ ഒരു സംസാരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ആരുമായിട്ട് വഴക്ക് കാര്യങ്ങളൊക്കെ ഇല്ലാതെ തന്നെ പെട്ടെന്നുള്ള ദേഷ്യമൊക്കെ ഇത്തിരി കുറയ്ക്കുക. അങ്ങനെയാണെന്ന് വരികിൽ നമുക്ക് സമാധാനമായി മുന്നോട്ട് പോയി കുറേ സുഹൃത്തുക്കളെയൊക്കെ സമ്പാദിക്കുന്ന വഴി നമുക്ക് ധനലാഭം കൂടി ഉണ്ടാകും. അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കൂടി ഉണ്ടാവും. ഇതാണ് ഈ വർഷത്തെ വിഷുഫലത്തിൽ വിശാഖ നക്ഷത്രക്കാർക്കുള്ളത്. അതുപോലെ ഈശ്വര ചിന്ത വളരെയധികം വേണ്ട ഒരു സമയം കൂടിയാണ്. ഈ വിഷുഫലത്തിൽ വിശാഖ നക്ഷത്രക്കാർ വളരെയധികം ഈശ്വര ചിന്തയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വർഷം ഇവർക്ക് ഐശ്വര്യപൂർണമായൊരു ജീവിതം തന്നെ ഉണ്ടാവും. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട വഴിപാടിനെ കുറിച്ചൊക്കെ പറയാം. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഇപ്പോഴത്തെ സമയം മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി താഴത്തെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.